ആടുജീവിതം, ദി മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് 2024. എനിക്ക് തോന്നുന്നു ഈ ഒരു ബുക്കിന് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. 2008 ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ അടക്കമുള്ള ആൾക്കാർ ആദ്യമായിട്ട് അറിയുന്നത് നമുക്ക് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഈ ഒരു ബുക്കിനെ ആസ്പദമാക്കിയാണ് ബ്ലെസ്സി ഇപ്പോൾ പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നജീബ്, ആടുജീവിതം വായിച്ച എല്ലാവർക്കും എന്താ പറയാ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു ക്യാരക്ടറാണ് നജീബ്. സൗദിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്ന നജീബ് എത്തിപ്പെടുന്നത് ഒരു മരുഭൂമിയിലാണ് ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട്. സോ നജീബിന്റെ ആ ഒരു ദുരിതം പേരിയ ലൈഫ്, അവിടുന്ന് രക്ഷപ്പെടുന്നതൊക്കെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സ്റ്റോറി പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റോറി നമ്മുടെ മലയാളികളെല്ലാം എന്താ പറയാ പിടിച്ചു കുലുക്കിയ ഈ ഒരു സ്റ്റോറി ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ കുറച്ചൊന്നുമല്ല നമ്മുടെ പ്രതീക്ഷ. പ്രസന്റിൽ നിന്നും കഥ തുടങ്ങി പാസ്റ്റിലേക്ക് പോകുന്ന രീതിയിലാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണോ കഥ പറയുന്നത് നമുക്ക് അറിയില്ല. എന്തെങ്കിലും റീ അറേഞ്ച്മെന്റ് ബ്ലെസ്സി വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണ് കഥ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ജയിലിൽ വെച്ച് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുന്ന ഒരു സീനുണ്ട്. അതിൽ നമ്മുടെ നജീബ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നജീബ് ആ ഒരു തിരിച്ചറിയൽ പരേഡിൽ നിൽക്കുന്ന സമയത്ത് നജീബിന്റെ അർബാബ് ദൂരെ നിന്ന് വരുന്നതായിട്ട് നജീബ് കാണുന്നു. സോ ആ ഒരു മൊമെന്റിൽ നജീബിന്റെ ഒരു വെപ്രാളമുണ്ട്. നജീബ് ആയിരുന്നാലും ടെൻഷൻ ആവുന്നു. നജീബ് തല കറങ്ങി തല ചുറ്റി എന്താ പറയാ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ചുമരിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ വായിക്കുന്ന നമുക്ക് തോന്നും, എന്തിനാണ് നജീബ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്, എന്താ ആ ഒരാളെ കാണുമ്പോൾ എന്തിനാണ് നജീബ് ഇത്രയും പേടിക്കുന്നത്, എന്തിനാണ്? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നും. നമുക്ക് കാരണം നജീബിന് അപ്പോ ഫീൽ ചെയ്ത അത്രയും ഒരു ടെൻഷൻ, ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് അപ്പോ കിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ആ ഒരു സീനിൽ നിന്നുമാണ് കഥ നേരെ പാസ്റ്റിലേക്ക് പോകുന്നത്. സോ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നേരെ പ്രസന്റിലേക്ക്, അതായത് നജീബ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കൊണ്ട് കഥ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ നജീബിന് ഉണ്ടാവുന്ന അതേ ഒരു തലചിത്രം നമുക്കും കിട്ടും. സോ ഇവിടെയാണ് ബ്ലെസ്സി എന്ന് പറഞ്ഞ ഡയറക്ടറിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഈ ഒരു ഫീല് വായനക്കാർക്ക് അന്ന് കിട്ടിയ ആ ഒരു ഫീല് സിനിമ കാണുമ്പോൾ, സിനിമ കണ്ടിരിക്കുന്ന ആ ഒരു പ്രേക്ഷകന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ഒരു ചലഞ്ച്. ഈ സിനിമയ്ക്ക്, അതായത് ആടുജീവിതം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ്, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ആകാംക്ഷയോടെ ഈ ഒരു സിനിമ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ കാണുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് റീസൺ ഡയറക്ടർ ബ്ലെസ്സി തന്നെയാണ് ഇത്രയും ഒരു ഹൈപ്പിനും ഇത്രയും ഒരു ആകാംക്ഷയോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് റീസൺ. കാരണം 2013 കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമുള്ള ബ്ലെസ്സി ചെയ്യുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. അപ്പോ നമുക്ക് അറിയാം ബ്ലെസ്സിയുടെ കളിമണ്ണിന് ശേഷമുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നും ബ്ലെസ്സിയുടെ റേഞ്ച് എന്താണെന്നും. സോ ബ്ലെസ്സിയുടെ ഒരു കംബാക്ക്, ആടുജീവിതത്തിൽ കൂടി ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ കംബാക്ക്, അത് തന്നെയാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് ആരാധകരും വെയിറ്റ് ചെയ്യുന്നത് ആടുജീവിതത്തിൽ കൂടി. സോ ആ ഒരു വെയിറ്റിംഗ് ഈ മാർച്ച് 28 ഓവർ ആവുകയാണ്. മാർച്ച് 28 ആടുജീവിതം റിലീസ് ആവുന്നത്. ഇനി ഈ സിനിമയുടെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ, ബ്ലെസ്സി എന്ന് പറയുന്ന ഫാക്ടറിയിൽ കൂടി ഈ സിനിമയ്ക്ക് ഓൾറെഡി ഒരു നല്ല റേഞ്ചിലുള്ള ഹൈപ്പ് ഉണ്ട്. ആ ഒരു ഹൈപ്പിനെ ഒരു 10 മടങ്ങ് കൂടി എത്തിക്കുന്ന ലെവലിലുള്ള ഒരു മറ്റൊരു ഫാക്ടറാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. യെസ്, പൃഥ്വിരാജ്. നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് നമുക്ക് മുന്നിലെത്തുന്ന പൃഥ്വിരാജ് തന്നെയാണ് മറ്റൊരു മെയിൻ ഫാക്ടർ. കാരണം നമുക്ക് ഈ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങുന്നതിന് മുന്നേ അതിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്ററും ഗ്ലിംസും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പൃഥ്വിരാജ് എത്രത്തോളം ഈ ഒരു നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ ഓൾറെഡി പൃഥ്വിരാജ് തന്നെ പറഞ്ഞു മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയല്ല, കാരണം ആൾക്കിനി ഇതിൽ കൂടുതൽ ഇനി ഒരു സിനിമയിലൊന്നും ചെയ്യാനില്ല. കാരണം മാക്സിമം തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മാക്സിമം പൃഥ്വിരാജ് ഇതിനു വേണ്ടി എന്താ പറയാ ആ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ഈ സിനിമയ്ക്ക് വേണ്ടി ആളെന്താ അർപ്പിച്ചു കഴിഞ്ഞു. സോ പൃഥ്വിരാജ് തന്നെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ. ട്രെയിലർക്ക് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി പൃഥ്വിരാജിന്റെ ആ ഒരു ഗെറ്റപ്പ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഒരു ഫിസിക് നമുക്കറിയാം. അത്രയും നല്ല ഫിസിക്കായിട്ടുള്ള ആള്, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ. അപ്പോ പൃഥ്വിരാജിനെ മുന്നേ അറിയാവുന്ന ഒരാള്, അപ്പൊ ആ ആൾക്ക് അറിയില്ല പൃഥ്വിരാജ് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ അറിയാത്ത ഒരാളെ കൊണ്ട് ഈ ഒരു ട്രെയിലർ കാണിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പൃഥ്വിരാജാണെന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ഗെറ്റപ്പ് ചേഞ്ച് ആണ് ആടുജീവിതത്തിന് വേണ്ടി നമ്മുടെ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. സോ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ മെയിൻ അട്രാക്ഷൻ. മലയാള സിനിമ ഇപ്പോ കോടികൾ വാരിക്കൂട്ടുന്നതിന്റെ തിരക്കിലാണ്. കോടികൾ വാരിക്കൂട്ടുന്ന സിനിമയുടെ പുറകിലാണ് നമ്മുടെ മലയാള സിനിമ. ഇപ്പോൾ ആ സിനിമ 50 കോടി നേടി, ഈ സിനിമ 100 കോടി നേടി, മറ്റേ സിനിമ 200 കോടി നേടി. കോടി ക്ലബുകളിൽ സിനിമ കയറ്റാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ നമ്മുടെ മലയാള സിനിമ.
പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ കോടികൾ വാരി കൂട്ടിയ സിനിമ അത്രയും ക്വാളിറ്റി ഉള്ള സിനിമകളാണോ? അത്രയും നമ്മൾ കണ്ടിരിക്കുമോ? കാരണം ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, കാണുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും ഏതൊക്കെയാണ് സിനിമകളെന്ന്. സോ എന്നെ ഈ ഒരു സിനിമ ഇന്ന് കണ്ടു, എന്നിട്ട് നിങ്ങളോട് നാളെ ഈ സിനിമ ഒന്നും കൂടെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കാണുമോ? എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഞാൻ കാണില്ല. കാരണം അങ്ങനെ വീണ്ടും വീണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഈ പറഞ്ഞ സിനിമകൾക്കൊന്നുമില്ല. നല്ല നല്ല സിനിമകൾ ഇറങ്ങാത്തതുകൊണ്ടായിരിക്കാം ഈ സിനിമകൾ ഇത്രയും കോടികൾ അടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ക്വാളിറ്റി. മലയാള സിനിമ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ആടുജീവിതം. ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. എനിക്കറിയില്ല ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആടുജീവിതത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമ ഇതാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആടുജീവിതം. സോ ഇത്രയും എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പെക്ടേഷൻ ഇനിയിപ്പം കൂടുതൽ ടൈം ഒന്നും വേണ്ട. കാരണം വ്യാഴാഴ്ച 28-ാം തീയതി എന്താണ് സിനിമ റിലീസ് ആവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പടം കണ്ടതിന് ശേഷം